بسم الله والحمد لله والصلاة والسلام على رسول الله. الدرس الخامس والعشرون. المدرس أين أنور يا عمر. أنور എവിടെയാണ് ഓ ഉമർ. ഉമർ പറഞ്ഞു ലാ അദ്രി എനിക്കറിയില്ല. റഅയ്തുഹു ഖബ്ല ഖലീലിൻ അവനെ കുറച്ച് മുമ്പ് ഞാൻ കണ്ടു. കാന വാഖിഫൻ ഖാരിജൽ ഫസ്ലി അവൻ ക്ലാസിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖാനയും അതിൻ്റെ ഒരു ഉഖ്തുമാണ്. ഖാന അഖവാത്ത് എന്നുള്ള ഈ ഒരു മൗദൂഇൽ ഖാനയും മാസലയുമാണ് ഇത് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഖാന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹുക്ം എന്താണ്, അതിൻ്റെ അമൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ജുംലത്തുൻ ഇസ്മിയയിൽ വന്നാൽ അതിൻ്റെ മുബ്തദയും ഖബറും എന്ന് പറയുന്നത് രണ്ടും മർഫുവാണ്. മുബ്തദയെ ഇസ്മുഖാനയാക്കും, ഇസ്മുഖാന മർഫുവാണ്. പിന്നെ ഖബറിനെ ഖബർ ഖാനയാക്കും, ഖബർ ഖാന മൻസൂബാണ്. ഇവിടെ ഖാന വാഖിഫൻ എന്ന് പറയുമ്പോൾ അവൻ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ അസ്ൽ എന്താണ്, ഹുവ വാഖിഫുൻ എന്നാണ്. ഹുവ എന്നുള്ളത് മുബ്തദയും വാഖിഫ് എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഇവിടെ ഹുവ എന്നുള്ളത് ഖാനയുടെ ഇസ്മായി മാറി, അത് മുസ്തത്തറായിട്ടാണ് വരിക. ഇസ്മു ഖാന ഇവിടെ അതിൻ്റെ ഈ ഖാനയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് മുസ്തത്തറ ഹിഡൻ ആണ് ഖാന. അപ്പോൾ അതിൻ്റെ ഇസ്മു ഖാന ഇവിടെ മുസ്തത്തിറാണ്, ദമീർ മുസ്തത്തിർ എന്ന് പറയും. വാഖിഫ് എന്നുള്ളത് ഖബർ ഖാനയാണ്. അപ്പോൾ മുദ്രസ് ചോദിച്ചു കൈഫ ഹാലു അമ്മാരിൻ അൽ ആന യസഅദു. അമ്മാറിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഖാന മരീദൻ മുൻദു ഉസ്ബൂഇൻ അവൻ ഒരാഴ്ചയായിട്ട് രോഗിയായിരുന്നു. ഖാന മരീദൻ, അപ്പോൾ ഇതിൻ്റെ അസ്ലു ഹുവ മരീദു എന്നാണ്. ഖാന മരീദൻ, ഇപ്പോൾ മരീദ് എന്നുള്ളത് ഇസ്മു ഖാൻ ഖബർ ഖാനയാണ്. ഇസ്മു ഖാൻ എന്നുള്ളത് മുസ്തത്തിറാണ്, ദമീർ മുസ്തത്തിർ. മുൻദു ഉസ്ബൂഇൻ ഒരാഴ്ചയായിട്ട്. സഅദ് പറഞ്ഞു ലാ യസാലു മരീദൻ യ ഫദീലത ഷെയ്ഖി അവനിപ്പോഴും രോഗിയാണ് ഓ ഫദീലത ഷെയ്ഖ്. അപ്പോൾ ലാ യസാലു എന്നുള്ളത് ഖാനയുടെ അഖവാത്തിൽപ്പെട്ടതാണ്. ലാ യസാലു എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ, സ്റ്റിൽ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും രോഗിയാണെന്നുള്ളത്. മരീദ് എന്നുള്ളത് ലാ യസാലുടെ ഖബറാണ്. ലാ യസാലുടെ ഇസ്മ ദമീർ മുസ്തത്തിറാണ്, അതൊരു ദമീറാണ്, അത് മുസ്തത്തിർ എന്താണ്, അത് നമ്മൾക്ക് കാണാൻ പറ്റില്ല. മുസ്തത്തിറായിട്ടുള്ള ഒളിഞ്ഞിട്ടുള്ളൊരു ദമീറാണ്. യാ ഫദീലത്ത് ഷെയ്ഖ് എന്നുള്ളത് ഫദീലത്ത് ഷെയ്ഖ്, ഇത് മുനാദയാണ്. മുനാദ എന്ന് പറയുമ്പോൾ അത് മുഫ്രദാണെങ്കിൽ, ഒരു വാക്കാണെങ്കിൽ അത് ദൊമ്മ വരും. ഞാൻ യാ ഷെയ്ഖു എന്ന് പറയുമ്പോൾ ദൊമ്മയാണ്, അത് മബ്നി അല ദൊമ്മയാണ്. പക്ഷേ അത് ഇങ്ങനെ മുറക്കബായിട്ട് വരാണെങ്കിൽ മൻസൂബായിട്ട് വരും. യാ ഫദീലത്ത മൻസൂബ്, പിന്നെ ഷെയ്ഖ് എന്നുള്ളത് ഇതിൻ്റെ ഇദാഫ മജ്റൂറായി വരും. യാ ഫദീലത്ത അഷെയ്ഖി മുദാഫ് മുദാഫ് ഇലൈഹി. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു സമിഅതു അന്നഹു യുരീദു അൻ യത്റുക അൽ ജാമിഅത വയർജിഅ ഇലാ ബലദിഹി. സമിഅതു ഞാൻ കേട്ടു, അന്നഹു യുരീദു അൻ യത്റുക അൽ ജാമിഅ അവന് ജാമിഅ വിടണമെന്ന് ഞാൻ കേട്ടു. വയർജിഅ ഇലാ ബലദി അവൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന്. അസഹീഹുൻ ഹാദ ഇത് ശരിയാണോ? അപ്പോൾ സാദ് പറഞ്ഞു ലാ ഹാദ ഗൈറു സഹീഹൻ ഇല്ല, ഇത് ശരിയല്ല. അധ്യാപകൻ ചോദിച്ചു മാദാ യഅമലു അബൂക യാ ഇബ്രാഹിം നിന്റെ ഉപ്പ എന്താണ് ജോലി ചെയ്യുന്നത് ഓ ഇബ്രാഹിം? സമിഅതു അന്നഹു വസീറുൻ അവർ ഒരു മന്ത്രിയാണെന്ന് ഞാൻ കേട്ടു. സമിഅതു അന്നഹു വസീറുൻ. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഖാന വസീറൻ ഖബ്ല സനതൈനി അവർ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രിയായിരുന്നു. ഖാന വസീറൻ മന്ത്രിയായിരുന്നു. ഖബ്ല സനതൈൻ 2 വർഷങ്ങൾക്ക് മുമ്പ്. ഹുവൽ ആന സഫീറുൻ അവരിപ്പോൾ ഒരു സഫീറാണ്, അംബാസഡറാണ്. അപ്പോൾ മുദരിസ് ചോദിച്ചു വമാദാ യഅമലു അബൂക യാ അംറു നിന്റെ ഉപ്പ എന്താണ് ജോലി ചെയ്യുന്നത് ഓ അംർ? ഇവിടെ അബൂക്ക എന്നുള്ളത് അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്, അതാണ് ഇവിടെ വാവ് വരുന്നത്. അപ്പോൾ ഇത് അബൂക്ക എന്നുള്ളത് ഫായിലാണ്, മർഫുവാണ്, അതിൻ്റെ അലാമത്ത് വാവാണ്, അസ്മാഉൽ ഖംസയിൽ പെട്ടതുണ്ട്. ഖാല ലി അഹദു സുമലായിക ഇന്നഹു മുദരിസുൻ നിന്റെ ഒരു ക്ലാസ്മേറ്റ് എന്നോട് പറഞ്ഞു നിന്റെ ഉപ്പ മുദരിസാണ്, അധ്യാപകനാണെന്ന്. അപ്പോൾ അമർ പറഞ്ഞു ഖാന മുദരിസൻ മിൻ ഖബ്ൽ എൻ്റെ ഉപ്പ മുമ്പ് അധ്യാപകനായിരുന്നു. ഖാന മുദരിസൻ അവർ അധ്യാപകനായിരുന്നു മിൻ ഖബ്ൽ മുമ്പ്. അപ്പോൾ മുദരിസ് എന്നുള്ളത് ഖബർ ഖാനയാണ്. വഹുവൽ ആന മുഫത്തിഷുൻ ഫിൽ മദാരിസി സനവിയ അവരിപ്പോൾ മുഫത്തിഷാണ്. മുഫത്തിഷ് പറഞ്ഞാൽ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ എക്സാമിനർ. ഫിൽ മദാരിസി സനവിയ സെക്കൻഡറി സ്കൂളിൽ മുഫത്തിഷാണ്. അപ്പോൾ അധ്യാപകൻ ചോദിച്ചു വമാദാ യഅമലു അബൂക യാ യാഖൂബ് നിന്റെ ഉപ്പ എന്താണ് ജോലി ചെയ്തത് ഓ യാഖൂബ്? യാഖൂബ് പറഞ്ഞു ഖാന ഷുർത്തിയൻ അവർ ഒരു പോലീസ്മാൻ ആയിരുന്നു. ഹുവൽ ആന മുതഖായിദുൻ ഇപ്പോൾ വിരമിച്ചു, ഇപ്പോൾ റിട്ടയറായി. മുതഖായിദ് എന്ന് പറഞ്ഞാൽ റിട്ടയറായി. മുദരിസ് ചോദിച്ചു യാ അബാ ബക്രിൻ ഓ അബൂബക്കർ
قلت لي قبل 3 سنوات إن أباك عميد كلية الهندسة أمتقاعد هو الآن. നീ 3 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു നിന്റെ ഉപ്പ എഞ്ചിനീയറിംഗ് കോളേജിലെ ഡീനാണ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററാണ്. അമീദ് എന്ന ഡീൻ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ. അമുതഖാഇദുൻ ഹുവ അൽ ആൻ, അവരിപ്പോൾ വിരമിച്ചോ? അമുതഖാഇദുൻ ഹുവ അൽ ആൻ. അപ്പോൾ അബൂബക്കർ ലാ യസാലു അമീദൻ, ഇല്ല ഇപ്പോഴും അമീദാണ്. ലാ യസാലു പറഞ്ഞാൽ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട്, സ്റ്റിൽ ലാ യസാലു അമീദൻ. അമീദ് എന്നുള്ളത് ലാ യസാലിൻ്റെ ഖബറാണ്. മുദരിസ് പറഞ്ഞു യാ അഖ്തർ, ഓ അഖ്തർ, സമിഅതു അന്ന അഖാക തബീബുൻ ഷഹീറുൻ, നിന്റെ സഹോദരൻ പ്രശസ്തനായ ഒരു ഡോക്ടറാണെന്ന് ഞാൻ കേട്ടു. വയഅതീഹിൽ മർദ മിൻ ജമീഇ അൻഹാഇ പാകിസ്ഥാൻ, അവരുടെ അടുത്ത് രോഗികൾ പാകിസ്ഥാനിലെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നു എന്ന് ഞാൻ കേട്ടു. സഹീഉൻ ഹാദ, ഇത് ശരിയാണോ? ഇവിടെ അഖാക എന്നുള്ളത് അന്നയുടെ അന്ന അതിനുശേഷം വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത് മൻസൂബാണ്. വഅലാമ തസ്ബി അൽ അലിഫ്, ഇത് അസ്മാൽ ഖംസയിൽ പെട്ടതുകൊണ്ട് അലിഫാണ് ഇതിൻ്റെ അലാമത്ത്, നസ്ബിൻ്റെ അലാമത്ത്. അഖ്തർ പറഞ്ഞു നഅം ഹാദ സഹീഹുൻ യാ ഫദീലത്ത ഷെയ്ഖ്, ഇത് ശരിയാണോ ഫദീലത്ത ഷെയ്ഖ്? മുദരിസ് പറഞ്ഞു യാ ഉസ്മാനു ഇദ്ഹബ് ഇലൽ മക്തബ, ഓ ഉസ്മാൻ നീ ലൈബ്രറിയിലോട്ട് പോ. വഹാത്തിൽ ജുസ് അസ്സാലിസ മിൻ ലിസാൻ അൽ അറബ്, എന്നിട്ട് ലിസാൻ അൽ അറബിൻ്റെ മൂന്നാമത്തെ വോളിയം കൊണ്ടുവരും. ഹാത്തി പറഞ്ഞാൽ കൊണ്ടുവരും. അപ്പോൾ ഹാഷിം പറഞ്ഞു യാ ഫദീലത്ത് ഷെയ്ഖ് അദുന്നു അന്ന ലിസാൻ അൽ അറബി മുഅ്ജമുൻ, ഓ ഫദീലത്ത് ഷെയ്ഖ് ലിസാൻ അൽ അറബ് ഒരു ഡിക്ഷണറിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദുന്നു അന്ന ലിസാന, അന്ന വന്നുകൊണ്ട് ലിസാന എന്ന് പറയും, അത് മൻസൂബായിട്ട്. മുദരിസ് പറഞ്ഞു നഅം ഹുവ മുഅ്ജമുൻ കബീറുൻ ഫി 20 ജുസ്അൻ, അത് 20 വോളിയമുള്ള വലിയ ഒരു ഡിക്ഷണറിയാണ്. ഹാഷിം ചോദിച്ചു ലിമൻ ഹുവ യാ ഫദീലത്ത് ഷെയ്ഖ്, അത് ആരുടേതാണോ ഫദീലത്ത് ഷെയ്ഖ്? മുദരിസ് പറഞ്ഞു ഹുവ ലിബ്നി മൻദൂറിൻ, അത് ഇബ്നു മൻദൂറിൻ്റെതാണ്. യർജിഉ ഉസ്മാനു, ഉസ്മാൻ തിരിച്ചു വരുന്നു. ഉസ്മാൻ പറഞ്ഞു അൽ മക്തബത്തു മുഗ്ലഖത്തുൻ അൽ ആന യാ ഷെയ്ഖു, ലൈബ്രറി ഇപ്പോൾ അടച്ചിരിക്കുകയാണോ ഷെയ്ഖ്? യഖൂലൂന ഇന്നഹാ കാനത് മഫ്തൂഹതൻ ഇല അസ്സാഅത്തിൽ 10, അവർ പറയുന്നത് അത് 10 മണി വരെ തുറന്നിരിക്കുകയായിരുന്നു. യഖൂലൂൻ, അവർ പറഞ്ഞു ഇന്നഹാ കാനത്. യഖൂലു അല്ലെങ്കിൽ ഖാല എന്ന് പറയുമ്പോൾ അതിനുശേഷം ഇന്നയാണ് വരിക, അന്ന എന്ന് പറയില്ല. മറ്റുള്ള അഫ്ആലുകൾക്ക് അന്ന പറയും. യഖൂലൂന ഇന്നഹാ കാനത് മഫ്തൂഹതൻ, അത് തുറന്നിരിക്കുകയായിരുന്നു. ഇല അസ്സാഅത്തിൽ 10, 10 മണി വരെ. അപ്പോൾ മുദരിസ് പറഞ്ഞു യാ അബ്ബാസു ഖുൽ ലി അഖീക അല്ലദീ യദ്റുസു ഫി അസ്സനതി അസ്സാനിയതി യഅ്തിനി ഗദൻ, ഓ അബ്ബാസ് നിന്റെ സഹോദരനോട് പറയുക അല്ലദീ യദ്റുസു ഫി അസ്സനതി അസ്സാനിയ, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന എൻ്റെ സഹോദരനോട് പറയുക യഅ്തിനി ഗദൻ, എൻ്റെ അടുത്ത് നാളെ വരാൻ. യഅ്തിനി ഗദൻ. അബ്ബാസ് സഅഖൂലു ലഹു ഇൻഷാ അല്ലാഹ്, ഞാൻ അവനോട് പറയും ഇൻഷാ അല്ലാഹ്.